ഹായ് ഫ്രണ്ട്സ്, ടാലന്റ് ഫോർ ടെക്കിലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രൈവസിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, നമ്മുടെ വീഡിയോസ് നമുക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയൊരു ടിപ്പാണ് ഈ ടാലന്റ് ഫോർ ടെക്കിലെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ടാലന്റ് ഫോർ ടെക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് thispc എന്ന ഓപ്ഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡ്രൈവ്സ് എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ CDE ഇങ്ങനെ 3 ഡ്രൈവാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെല്ലാം ഫോൾഡേഴ്സ് ആണുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ D ഡ്രൈവ് ആണെങ്കിൽ D ഡ്രൈവ്, എന്തൊക്കെയാണോ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫോട്ടോസ്, നമ്മുടെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആർക്കാണെങ്കിലും ഈ thispc ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രൈവുകൾ ഏതാണോ ആ ഡ്രൈവ് ഓപ്പൺ ചെയ്യുകയും നമ്മുടെ ഡീറ്റെയിൽസ് അയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അയാൾക്ക് വേണമെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കൊരു ടിപ്പ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഉപയോഗിക്കുന്ന ഡ്രൈവിനെ തന്നെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഡ്രൈവ് അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റാത്ത വിധം തന്നെ നമുക്ക് ഡ്രൈവിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണോ പ്രൈവറ്റ് ആയിട്ട് വയ്ക്കേണ്ടത്, മീൻസ് പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യേണ്ടത്, ആ ഡീറ്റെയിൽസ് എല്ലാം ഏതെങ്കിലും ഒരു ഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് താല്പര്യം അത് ചെയ്ത് ഒരു ഡ്രൈവിലേക്ക് മാത്രം കീപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് thispc എന്ന ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ മാനേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോയിൽ കമ്പ്യൂട്ടർ മാനേജ്മെൻ്റ് ആണ്, മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നതാണ്. അതിനകത്ത് ഈ സ്റ്റോറേജ് എന്ന ഓപ്ഷനിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെല്ലാം ഡ്രൈവാണോ ഉള്ളത്, ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ 3 ഡ്രൈവാണ് ഉള്ളത്, CDE. നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തെല്ലാം ഡ്രൈവുകളുണ്ടോ ആ ഡ്രൈവ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ഏത് ഡ്രൈവാണോ, ഞാൻ ഇതിൽ ഹൈഡ് ചെയ്യാൻ പോകുന്നത് E എന്ന ഡ്രൈവാണ്. ആ ഹൈഡ് ചെയ്യേണ്ട ഡ്രൈവിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് ഡ്രൈവ് ലെറ്റർ ആൻഡ് പാത്ത് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഡ്രൈവിൻ്റെ പേരാണ് അവിടെ E എന്ന് കാണിച്ചിരിക്കുന്നത്. താഴെ 3 ഓപ്ഷൻ ഉണ്ട്, ആഡ്, ചേഞ്ച്, റിമൂവ്. അതിൽ റിമൂവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കും, ഒരു മെനു ആണ് ചോദിക്കുന്നത്, അത് യെസ് എന്ന് കൊടുത്തേക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ E എന്ന ഡ്രൈവ് ഇവിടെ നിന്ന് റിമൂവ് ആയി കഴിഞ്ഞു. നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ thispc ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ E എന്ന ഡ്രൈവ് ഇല്ല, അതായത് C ഡ്രൈവും D ഡ്രൈവും മാത്രമേ ഉള്ളൂ. നേരത്തെ E എന്ന ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം ആർക്കെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അയാൾ വന്ന് സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ E എന്ന ഡ്രൈവ് ഉള്ളതായിട്ട് പോലും അറിയാൻ പറ്റില്ല. അതിനകത്തുള്ള ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാനും കഴിയുകയില്ല. അപ്പോൾ നോക്കുമ്പോൾ 2 ഡ്രൈവ് മാത്രം, ഈ ഡ്രൈവ് മാത്രമേ അയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് പ്രൈവറ്റ് ആയിട്ട് വയ്ക്കേണ്ടത് അതെല്ലാം ആ ഒരു ഡ്രൈവിൽ കീപ്പ് ചെയ്ത് അതിനെ അങ്ങ് ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുകയും ചെയ്യും. വളരെ സേഫ് ആയിട്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അടുത്ത് പറയുന്നത്, ഈ ഹൈഡ് ചെയ്ത ഡ്രൈവിനെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, മീൻസ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഡ്രൈവ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനുവേണ്ടി ക്ലോസ് ചെയ്തിട്ട് thispc തന്നെ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാനേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നതുപോലെ തന്നെ വിൻഡോ വരും. അതിനകത്ത് ഡിസ്ക് മാനേജ് എന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വിൻഡോ തന്നെ വരുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റും, CD, അത് 3rd ഡ്രൈവ്, അതാണ് നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത ഡ്രൈവ്. ആ ഡ്രൈവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ഡ്രൈവ് ലെറ്റർ ആൻഡ് പാത്ത് എന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അതിൽ ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, അസൈൻ ദ ഫോളോയിങ് ഡ്രൈവ് ലെറ്റർ. നിങ്ങൾക്ക് ഏത് ലെറ്ററാണ് ആ ഡ്രൈവിന് വേണ്ടത്. നേരത്തെ നമ്മൾ റിമൂവ് ചെയ്ത് E എന്നായതുകൊണ്ട് അവിടെ E തന്നെ ആയിരിക്കും നോർമലി വരുന്നത്. അത് ക്ലിക്ക് ചെയ്തു നിങ്ങൾക്ക് ഇതിൽ ഏത് ലെറ്ററാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ E തന്നെ കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ E എന്ന ഡ്രൈവ് അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് thispc ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും E എന്ന ഡ്രൈവ് ഇപ്പോൾ ഇവിടെ പ്രസൻ്റ് ആണ്. മീൻസ് നമ്മുടെ എന്തെല്ലാം ഡീറ്റെയിൽസ് അതിലുണ്ടോ അതെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഇപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡേറ്റയ്ക്കെല്ലാം വളരെയധികം പ്രാധാന്യമുള്ള ഈ കാലത്ത് ഇങ്ങനെയുള്ള ടിപ്പുകൾ ഓർത്തിരിക്കുന്നത് എല്ലാവർക്കും വളരെ നന്നായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ടാലന്റ് ഫോർ ടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.